ഗുഡ് മോർണിംഗ്, ഹലോ ഫ്രണ്ട്സ്. ഇന്നപ്പോൾ സൺഡേ ആണ്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഫോൺ അവിടെ കൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും വന്ന് കിടക്കുകയാണ് ഇട്ടത്. അമ്മേനെ ഞാൻ പിടിച്ച് കിടത്തിയൊക്കെയാണ് അടുത്ത്. അവിടെ കുറച്ച് നേരം ബെഡിൽ തന്നെ ഇരിക്കും, പിന്നെ ഫോണൊക്കെ നോക്കിയൊക്കെ ഇരിക്കും, പിന്നെ കുറച്ച് നേരം കിടക്കും, എന്നിട്ടൊക്കെ എണീറ്റ് പോവാറുള്ളൂ കേട്ടോ. ഇന്നെന്താ സ്പെഷ്യല്? ഞാൻ രാവിലത്തെ ഒന്നും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടില്ല. അമ്മ എണീറ്റിട്ട് ചേട്ടൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കി തരാന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിടിച്ച് കിടക്കൽ കഴിഞ്ഞ് ഇനിയിപ്പോ ചേട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ട് അങ്ങാട് പോയി കിടക്കാണ്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ അവസ്ഥ. ഇതൊരാളാവുമ്പോ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ലോങ് പണിക്ക് പോയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ അച്ഛനും ഉണ്ടാകും. ഞങ്ങൾ 4 പേരും കൂടി കാലത്തൊരു കിടപ്പുണ്ട്. ഇതിനകത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ ഞായറാഴ്ച എന്നിട്ട് ഫോണിൽ കളിയും കഴിഞ്ഞ് എണീറ്റ് വന്ന റൂമിൽ നിന്ന് എണീറ്റ് വന്നപ്പോഴേക്കും 9:30 കഴിഞ്ഞ്. അടുക്കളയിൽ എന്തായി നോക്കാം. അടുക്കളയിൽ എന്തെങ്കിലും ആയോ? അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. ഞാൻ മുറ്റടിച്ചിട്ട് വരാം. എന്താ ഉണ്ടാക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കും, എനിക്ക് ഓട്സ് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും. നമ്മ ഡയറ്റിലാണ്, അതാണ് നമുക്ക് ഓട്സാണ്. മോർണിംഗ്. വെയിൽ വന്ന് എണീറ്റിട്ട് ഞായറാഴ്ച ദിവസം എണീക്കാൻ വൈകും, കിടന്ന് ഉറങ്ങും. മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി, അറിഞ്ഞില്ല. നമുക്ക് മുറ്റടിച്ചിട്ട് വരാം. ബൈ ബൈ. അങ്ങനെ മുറ്റമടിയും പല്ലിയപ്പൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കായിരുന്നു. പുട്ട്, പഴം, പിന്നെന്താണ് മുട്ട, ചാളക്കറി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് അവരവരെ കാര്യങ്ങളിലിരുന്നു. ചെറിയ പണിയൊക്കെ ഒതുക്കി തീർത്തു. ഫോണിൽ കണ്ടു, ടി വി ഒക്കെ കണ്ടിരിക്കുവാണ്. ഞാൻ 1 മണിയാവാൻ പോണം, 12:45. രാവിലത്തെ പണി കഴിഞ്ഞിട്ട് സിനിമ കണ്ടിരിക്കുമായിരുന്നു. സിനിമ കഴിഞ്ഞ് അമ്മതേ എന്ത് ചെയ്യുക പണിയൊന്നുമില്ല ഉച്ചക്കത്തേക്ക്. നൈസ്. യൂട്യൂബിൽ വീഡിയോ കണ്ട് കിടക്കുകയാണ്. അങ്ങനെ ചോറിനാൻ വേണ്ടിയിട്ട് ചാള ഉണ്ടായിരുന്നു. അങ്ങനെ ചാള വറുക്കുവാണ്. ചാളയും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, ചാളയുടെ മുട്ട. അങ്ങനെ അത് വറുത്തിട്ട് ചോറൊക്കെ തിന്നാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഉപ്പുമാങ്ങ ആയിട്ടുള്ളത്. ഉപ്പുമാങ്ങ ചാലിച്ചതുണ്ടെങ്കിൽ എനിക്ക് വേറെ കറിയൊന്നും ശരിക്കും വേണ്ട. എൻ്റെ ചെമ്മീൻ വറുത്തത് ചേട്ടെടുത്തോണ്ട് പോയി. അല്ല ചേട്ടെടുത്തോണ്ട് പോയി. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നു. ചോറ് എല്ലാവരും തിന്ന്. പിന്നെ നമുക്കിനി പാത്രം കഴുകി വെക്കണം, അടുക്കള വൃത്തിയാക്കണം. പിന്നെ കുറച്ച് നേരം വീണ്ടും പോയി കിടക്കും, ഫോണിൽ നോക്കി കിടക്കും, കിടന്നുറങ്ങും. അങ്ങനെയാണ് പ്ലാൻ. ഇന്നപ്പോൾ എനിക്കൊന്ന് എറണാകുളം പോകേണ്ട ഒരു ആവശ്യമുണ്ട്. സാധാരണ ഉച്ചക്കിടന്ന് ഉറങ്ങും, പക്ഷേ ഇന്ന് ഉച്ചക്കിടന്ന് ഉറങ്ങുന്നില്ല. എനിക്ക് ചേച്ചീൻ്റെ ഒപ്പം ഒന്ന് എറണാകുളം പോകണം. ഞാൻ പാത്രം കഴുകിയപ്പോഴേക്കും അമ്മ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ പോകണം. അവിടെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ല അമ്മ? അങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. മുടിയൊന്നും കിട്ടിയിട്ടില്ല, ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോകാൻ പോവാണ്. എറണാകുളത്ത് കറങ്ങാൻ പോവാം ചേച്ചിയായിട്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷേ എനിക്കിത് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഫേസിന് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് തോന്നും. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കായിട്ടത് സിക്സ് ബ്യൂട്ടിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ നമുക്ക് ഒരു ബാഗും കൂടി എടുത്ത് തോളത്തിട്ടേക്കാം. എവിടെയെങ്കിലും പോകാൻ ഇച്ചിരി ആഡംബരമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാഗും കൂടി എടുത്ത് തോളത്തിട്ടു. അങ്ങനെ അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോണു. പോയി ടാറ്റ എറണാകുളത്ത് ഉമ്മ ടാറ്റ. അപ്പം നമ്മൾ എറണാകുളം പോണേണൊന്ന്. കുറേ നാളായി പുറത്ത് കറങ്ങാൻ പോയിട്ട്. അപ്പോൾ ഏച്ചിയുടെ ഒപ്പം ഒന്ന് പുറത്ത് കറങ്ങാൻ പോകാൻ വേണ്ടി വന്നേക്കാം. ഏച്ചിനെ വിളിക്കാനായിട്ട് ഞാൻ വീട്ടിൽ വന്നു. ചേച്ചിനെ വിളിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുങ്ങി കഴിഞ്ഞാന്നറിയില്ല. ഒരുങ്ങിയിരിപ്പുണ്ട്. വീഡിയോ ഒക്കെ കാണാം അല്ലേ? ഞങ്ങള് സെയിം ഒരേ കോസ്റ്റ്യൂം ആട്ടോ. ഞാൻ ബ്ലൂ, ഏച്ചി ഗ്രീൻ. ഞങ്ങൾ അവിടെയും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാട്ടോ ഇങ്ങനെ ഏച്ചി ഞാനും കൂടി പുറത്ത് പോകുന്നത്. അങ്ങനെ ഇപ്പം ഇന്നൊരു സൺഡേ കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതാ. ഞങ്ങൾ
ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എറണാകുളം പോകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകും, ചേട്ടനെങ്കിലും ഉണ്ടാകും. പുറത്ത് ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടില്ല. ചേച്ചി ഇവിടെ വന്നതിന് ശേഷം, ഏടത്തി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനും ഏടത്തിയും കൂടെ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. പിന്നെ എറണാകുളം ഒന്ന് ചുറ്റിക്കറങ്ങാം. പിന്നെ എക്സ്പോ നടക്കുന്നുണ്ടല്ലോ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ, അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാം, മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോകാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഹൈക്കോർട്ടിൽ എത്തിയിട്ട് നേരെ ഞങ്ങൾ മറൈൻ ഡ്രൈവിനകത്തോട്ടാണ് കയറിയത്. ഫസ്റ്റ് മറൈൻ ഡ്രൈവിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ നിന്ന് നടന്ന് എൻ്റെ ഓഫീസൊക്കെ ചേച്ചിനെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി. ഇന്ന് സൺഡേ ആയതിൻ്റെ പേരിലായിരിക്കും ഇത്രയും തിരക്ക് അവിടെ ഉള്ളത്. കാരണം ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ഒരു മറൈൻ ഡ്രൈവിൽ കൂടിയാണ് ജോലിക്ക് പോണത്. ആ ടൈമിൽ പോലും ഞാൻ ഇത്രയും ക്രൗഡ് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് ബ്രോഡ്വേയിലേക്കാണ്. ബ്രോഡ്വേയിലേക്ക് സർപ്ലസ് കയറാമെന്നായിരുന്നു പ്ലാനിങ്. ഉടുപ്പൊക്കെ ഒന്ന് നോക്കാം, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പിന്നെ ഞങ്ങളൊരു സർപ്ലസ് കണ്ടുപിടിച്ചു. ഞങ്ങൾ അവിടെ കയറി. കുഴപ്പമില്ലായിരുന്നു, എങ്കിലും ഞങ്ങളുടെ മനസ്സിനാണെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡ്രസ്സൊന്നും കണ്ടില്ല. ആ കൂട്ടത്തിൽ എനിക്ക് ഈ ഒരു വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്തില്ല, നോക്കിയില്ല. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി, എറണാകുളത്തപ്പം ഗ്രൗണ്ടിലോട്ട് പോയി. ഞങ്ങൾ ബ്രോഡ്വേയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അടുത്ത് തിരിഞ്ഞൊക്കെ നടന്നു കേട്ടോ. നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്ഷീണം തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ കയറി. അങ്ങനെ ഷേക്കും കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ 150 രൂപയാണ് ടിക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ച ഞാൻ അതിനകത്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വേറൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം. കാരണം അവിടെ ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വലിയ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ആ വീഡിയോ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ നൈറ്റായി, രാത്രി ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഒരു 7:30 ടൈമിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം ചേച്ചീനെ അവിടെ കൊണ്ടുപോയി ആക്കി, വെളിച്ചൻ്റെ വീട്ടിലാക്കി. എനിക്ക് രണ്ടാൾക്കും വീട്ടിൽ വന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ കാലത്തെ പ്ലാനിങ് ആയിരുന്നു ഇന്നൊരു ദിവസം നടന്നത്, ഈ ഒരു ഔട്ടിങ്. തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് അമ്മേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അമ്മ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി, ഞാൻ എറണാകുളത്ത് ഇതും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തെ ട്രിപ്പൊക്കെ ഞാനൊരു വ്ളോഗ് പോലെ ഇടാം കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെ തീർന്നു. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.